പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി കർത്താവെ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവെ, ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്? തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്.
കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നതെന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു നിർത്തി ഡിവേറ്റ്, പരിശുദ്ധാത്മാവ് ഡിവേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറൊരു സബ്ജക്റ്റ് ഇല്ലായത്. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡൊമിനിക്കിൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഡൊമിനിക്കിന് നല്ല കാലത്ത് ഉടമ്പടിയെടുത്ത ആളാണ്. അങ്ങനെ ഞാൻ ആ സാക്ഷിയാണ് ആദ്യം കേൾക്കുന്നത്. ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടി എടുത്തതെന്ന്. അപ്പം പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ, വീട്ടിലിരുന്ന് തീരുമാനിച്ചു എന്തിനാ ഉടമ്പടി എടുക്കണമെന്ന്. അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞ് ദുരന്തം ഉണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. അതാണ്. അപ്പം ഇവിടെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലത്. വീട്ടിലൊന്നുമില്ല. അമ്മയെ പോയി കുറച്ചുകൂടി കൊള്ളാവുന്ന സ്പിരിച്വൽ ലൈഫ് ചിട്ടയായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴാണ് ഈ ജീസസ് യൂത്ത് ഫുൾ ടൈമറായിട്ടുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കണത്. അവിടെ ലൈഫ് ഇത് ഓക്കെയാണ് ശരിക്കും. അപ്പം അവർക്ക് പക്ഷേ അവർ ഉടമ്പടി എന്നുള്ള ഈ സംഭവം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ ലൈഫ് കുറച്ചുകൂടി ചിട്ടയാകും. പിന്നെ മണ്ടേറ്ററി ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഓപ്ഷണലായും പേഴ്സണലുമായിട്ടല്ലാതെ മണ്ടേറ്ററി ആയിട്ട് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളാത്ത രീതിയിൽ നമ്മളെ ശരിക്കും ഉടമ്പടി ബൂസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നമുക്ക് ആ ഉടമ്പടി വളരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണത് ഇവിടെ. പക്ഷേ ഇവർ ഭാര്യയും ഭർത്താവും കൊച്ചും കൂടി വന്ന് കൃപാസനത്തിനകത്ത് ചവിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ഇവർ ഐസായിപ്പോയി. അപ്പോൾ പറഞ്ഞത് ഇത് അമ്മ അന്ന് അച്ഛനോട് പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പം ഞങ്ങളോട് പറയണമെന്ന്. ദൈവമേ, എന്ത് ദുരന്തമായിരിക്കും, എന്ത് ദുരന്തം അമ്മ ഉണ്ടാകുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ റോമിക എന്ന് പറയുന്ന മകളില്ലേ, അവളെന്നെന്തോ 10ാം ക്ലാസ്സിലെ മറ്റേ പഠിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് ബ്ലാങ്കായിപ്പോയി. അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണില്ല. ആ റോമിക അതിനെക്കുറിച്ച് റോമിക സാക്ഷ്യം പറയുന്നുണ്ട്. അവൾ ഉപയോഗിക്കുന്ന വാക്ക് ട്രോമറ്റൈസ്ഡ് എന്നാണ്. വെച്ച് കഴിഞ്ഞാൽ വാദം പിടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ട്രോമ ഇല്ല, ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാങ്കായി പോകും. ചില ആൾക്കാരുടെ ട്രോമ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിയുമ്പോൾ കണ്ണ് കൃഷ്ണമണിയൊക്കെ കാണാതിരിക്കും. ചിലപ്പോൾ കൃഷ്ണമണി ഉണ്ടാകും, കാഴ്ച ബ്ലോക്കാവും. അത് നമ്മുടെ തലച്ചോറില്ലേ, തലച്ചോറ് ഹൈപ്പർ ടെൻഷൻ അടിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് നമ്മളുടെ കോർണിയയിലേക്കുമുള്ള ഇതില്ലേ, നമ്മളുടെ ഞരമ്പില്ലേ, സൂക്ഷ്മമായ ഞരമ്പിലില്ലേ, അവിടെ ഒരിഷ്ടം ബ്ലോക്കായി പോകും. അപ്പോഴാണ് ഈ കണ്ണ് തുറന്നിരിക്കും പക്ഷെ കാഴ്ച കാണത്തില്ല. ട്രോമയുടെ ഒരു ലക്ഷണമാണത്. ഞാനത് എൻ്റെ നോവലിന് വേണ്ടി പഠിച്ചതാണ്. ഞാൻ ആ ലാസ്റ്റ് ഗസ്റ്റ് ഓഫ് നോവൽ എഴുതിയ കാലത്ത് അതിലൊരു ആളിന് ട്രോമ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മെഡിക്കൽ മേഖലകൾ പഠിച്ചതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയത്. നമ്മളിങ്ങനെ പഠിക്കും, പക്ഷേ നമുക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കും, പക്ഷെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ബ്ലാങ്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വന്ന് അവൾ പരീക്ഷ തോറ്റു. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ല, ഇത് കളിയല്ല, കാര്യമാണ്. മനസ്സിലായില്ല. ഏറ്റവും നല്ല റാങ്ക് വാങ്ങിച്ച് പഠിച്ച കൊച്ചാ അല്ല. പക്ഷേ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ കയറി. ചിലപ്പോൾ കോമ്പറ്റീഷൻസ് വരുമ്പോഴേ, കോമ്പറ്റീഷൻസ് ഇല്ലേ, മറ്റു കുട്ടികളുമായിട്ട് കോമ്പറ്റീഷൻ. എനിക്കുള്ളത് അത് റാങ്ക് മേടിക്കാനും IASന് റാങ്കിനും ഇങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഫീൽഡില്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ഈ കോമ്പറ്റീഷനും കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഷോക്ക് അബ്സോർബ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കാര്യം കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് കുട്ടിക്കാലങ്ങളെ കോമ്പറ്റീഷൻ ഒഴിവാക്കണം. ശരിയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ സായിപ്പന്മാർ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ നമ്മൾ
അവരെന്ത് കാണിക്കുന്നു അത് നമ്മളിവിടെ കോപ്പി അടിക്കും. അതായത് അങ്ങനെയാണ് ചെയ്യണം. ഇപ്പം ഷായിപ്പന്മാരുടെ കൂടത്തിൽ ആ പിള്ളേർക്കൊന്നും ടെൻഷൻ ഇല്ലല്ലോ. കാര്യം വഴക്കൊന്നും പറയാം, അവർ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്ക് വേണേൽ പോലീസിൽ വിളിച്ച് പറയാം, ഡാഡിനെയും കൊണ്ട് പോലീസ് പോകും. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വെള്ളക്കാരുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അമൂൽ കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ വളരുകയാണ്. നാളെ കാലങ്ങളിൽ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. ഈ സൈക്കോളജിസ്റ്റുകൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ശരിക്കും സൈക്കോളജിസ്റ്റുകൾ തിയററ്റിക്കലായിട്ട് ഈ വിഷയങ്ങൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അടി കൊടുത്ത് വളർത്തേണ്ട പട്ടി കൃത്യമായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത്? എന്താണ്? പ്രഭാഷകൻ 30:8 മെരിക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രനായാലും പുത്രിയായാലും തന്നിഷ്ടക്കാരനാകും. അവരാരും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ ഇവരുടെ ഫെഡറൽ റിപ്പോർട്ടല്ലേ, ഫെഡറലിസ്റ്റ് ഇവരെങ്ങനെ വെച്ചാൽ ഈ ബൈബിളൊക്കെ മാറ്റി വെച്ചത് യൂറോപ്യൻസ്. അങ്ങനെ ഒരു റാഷണലിസം കയറിയിട്ട് ബൈബിൾ മാറ്റി വെച്ച് ദൈവം അവിടെ നാട്ടിൽ നിന്ന് പോകുന്നു. ഇപ്പം നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര സങ്കടം വരും കേട്ടോ. നമ്മൾ കണ്ട സ്വപ്ന ഭൂമികളൊക്കെ ഇല്ലേ, അത് ഞാൻ എല്ലാ രാജ്യങ്ങളിലും, രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല, അത് ശരിയാകത്തില്ല. പലയിടത്തും നാഷണൽ ഹൈവേ നന്നാക്കിയിട്ടില്ല. സാമ്പത്തികമായി ശരിക്കും ഒരു പാപ്പരടിച്ച രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയാണ് നമ്മൾ കാണുന്നത്. പണ്ട് എന്ത് സ്മാർട്ടായിട്ട് കിടന്ന രാജ്യങ്ങളാണിത്. ഇവർ ദൈവത്തെ മാറ്റി നിർത്തി ഓരോരോ കാര്യം പറയുന്നതനുസരിച്ചിട്ട് ആ പ്രൊട്ടക്ഷൻ പോകത്തില്ലേ, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോകും. നിങ്ങൾക്കറിയാമല്ലോ, പല കാര്യങ്ങളും പ്രൊട്ടക്ഷനാണ് നിൽക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂമി കുലുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? മാറി താമസിക്കാൻ പറ്റുമായിരിക്കും ചില സമയത്ത്. നമുക്ക് ഒരു നേരത്തെ അറിവ് കിട്ടിയാൽ മാറി താമസിക്കാൻ പറ്റും. പക്ഷേ ഈ അറിവ് കിട്ടാത്ത രാജ്യങ്ങളിലും ആൾക്കാർ എന്തുമാത്രം മരിക്കുന്നു അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഒരു നിരാലംബര. അവിടെ ദൈവത്തിന് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഭൂമി വിലക്കുവാനും അങ്ങനെയാണ്. അപ്പം അമ്മ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ദുരന്തം ഉണ്ടാകാൻ പോലും കേട്ടോ, പ്രാർത്ഥിക്കണമെന്ന്. അവരെന്ത് ചെയ്തു? അവർ ടൈറ്റപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഈ ബ്ലാങ്ക് വന്നപ്പോഴേ രോമിക്കയ്ക്ക് ഈ ബ്ലാങ്ക് വന്നല്ലേ, അവർ കുലുങ്ങിയില്ല. കാര്യം എന്താ? അമ്മ കൃപാസനത്തിൽ പറഞ്ഞായിരുന്നു അതെന്താ, സീസൺ മാറാൻ പോകുന്നുണ്ടോ, സീസൺ മാറാൻ പോകുന്നു. അപ്പോൾ റോമിയുടെ അമ്മ പറഞ്ഞ്, റോമിയെ ഇനി നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇപ്പം ഞാനും അപ്പായും ഉടമ്പടിയിലാണ്, നീയും കൂടി ഉടമ്പടി എടുക്കണം. അപ്പോൾ റോമി അത് അനുസരിച്ചു. അതാണ് അവളുടെ വിജയം എന്ന് പറഞ്ഞത്. അവളനുസരിച്ച് അവളൊന്ന് ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ഉടമ്പടി തൈലം നെറ്റിക്ക് തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ എല്ലാ രോഗവും മാറി. അവൾ ഓക്കെ ആയതല്ല, അവളുടെ പിന്നീടുത്ത പരീക്ഷയ്ക്കൊക്കെ 84% വരെ മാർക്ക് കിട്ടി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ ദൈവമാതാവിനും പരിശുദ്ധ തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ്റണി തോമസ്. ഞാനിവിടെ അടുത്ത ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ B2-ൻ്റെ സാക്ഷ്യം പറയാനാണ്, ഗോയിത്തെ പാസ്സായതിൻ്റെയും പോകുന്നതിനെയും കുറിച്ചുള്ളത്. ഞാൻ 2023 മാർച്ച് മാസം +2 പാസ്സാവുകയും അതിനെ തുടർന്ന് ജർമ്മൻ പഠിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. ജർമ്മൻ പഠിക്കാൻ ഏകദേശം എനിക്ക് 1 വർഷം എടുത്തു. അതായത് പിറ്റേ വർഷം 2024 ജൂണിലാണ് എനിക്ക് അടുത്തൊരു എക്സാം എഴുതാൻ സാധിച്ചു B2-ൻ്റെ. അതിനിടയിൽ A1 A2 അതൊക്കെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അപ്പോൾ അപ്പോഴെല്ലാം അമ്മ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നീ പഠിക്കുന്നതാണ് കാര്യത്തില്ല, B2 ഭയങ്കര ടഫായിരിക്കും, അതുകൊണ്ട് നീ മാതാവിനെയും പള്ളിയും ഒന്നും കൈവിടരുത്. അപ്പോൾ ഞാൻ പറയും, ഞാൻ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഏകദേശം ഒരേപോലെ തന്നെയാണ്. കാരണം വീട്ടിൽ ഇരിക്കുന്നതും മാതാവ്, പള്ളി ഇരിക്കുന്നതും മാതാവ്, ഇവിടെ ഇരിക്കുന്നതും മാതാവ്. അപ്പോൾ ഞാൻ ആരോടോ പ്രാർത്ഥിച്ചാലും കേൾക്കുന്നത് ഒരാൾ തന്നെയല്ലേ എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് തന്നെ ഞാൻ പോയി. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിലപ്പുറമായിരുന്നു B2. കാരണം എനിക്ക് കേരളത്തിൽ എവിടെയും സ്ലോട്ട് ലഭിച്ചില്ല. കിട്ടിയതാണെങ്കിൽ കൊൽക്കട്ടയിൽ. അവിടെ പോയി ഞാൻ പരീക്ഷ എഴുതി. അപ്പോഴും ഞാൻ കൃപാസനത്തിൽ തലേ ദിവസം വന്നു, പിന്നെ പോയി ജസ്റ്റ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഒരു സാധാരണ പ്രാർത്ഥിക്കുന്നവനൊക്കെ ഇവിടെ കൂട്ടുകാരനായിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി കൊൽക്കട്ട പോയി പരീക്ഷ എഴുതി. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടാണ് തിരിച്ചു വന്നത്. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഏകദേശം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ഞാൻ പാസ്സാകാതിരിക്കത്തുള്ളൂ, ബാക്കി രണ്ടും എനിക്ക് ഷുവറാന്ന് പറഞ്ഞു. പക്ഷെ കൃത്യം ഒരു 1.5 മാസം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ എഴുതിയ 3നും ഞാൻ ഫെയിലാകുകയും ചെയ്തു. അത് ഏറ്റവും വിഷമമായത് എല്ലാത്തിനും 1 മാർക്ക് 2 മാർക്ക് എന്ന രീതിയിലാണ് ഞാൻ തോറ്റുപോയത്.
ഒരു 5, 6, 8 ഒക്കെ ആണെങ്കിൽ ഞാൻ പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കും. കാരണം അത് ഞാൻ പഠിക്കാതിരുന്ന എന്ന രീതിയിലേക്ക് ഞാൻ എടുക്കും. പക്ഷേ ഇത് 1, 2 ഇതായപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമായി. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇരുന്ന് എപ്പോഴും കൊന്തയില്ലെന്നല്ലേ, പിന്നെ എന്തുകൊണ്ട് എനിക്കത് ലഭിച്ചില്ല, ഞാനെന്ന് അമ്മയോട് എപ്പോഴും ദേഷ്യപ്പെടും. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ പോകാൻ നേരം നീ പറഞ്ഞതല്ലേ എവിടെ ഇരുന്നാലും അമ്മ മാതാവ് ഒന്നല്ലേ എന്ന് എന്നോട് പറയും. അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അത് പാലിക്കുകയും കൃത്യമായിട്ട് പാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, എടാ നീ പോയി ഉടമ്പടി എടുക്കുക, അപ്പോൾ ഏകദേശമൊക്കെ ശരിയാകും, ഒരു ജീവിതത്തിലൊരു താളം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ വാക്കും പാലിച്ച് വേറൊരു കൂട്ടുകാരനുമായിട്ട് എൻ്റെ അതേപോലെ തന്നെ ജർമ്മൻ പഠിക്കുന്ന ഒരുത്തിനുമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുക്കുന്ന ക്ലാസ്സിലും അവർ കുറേ നിബന്ധനകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. രാവിലെ 5:30 എണീക്കണം, നന്മ പ്രവർത്തികളൊക്കെ ചെയ്യണം, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാനത് അവിടെ ഇരുന്ന് ആലോചിച്ചു, ഈ 5:30 എണീക്കുക എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ ഉറക്കക്ഷീണമൊക്കെ കാണും. പിന്നെ ഞാൻ കിടന്ന് എണീക്കുന്നത് ഒരു 6:30 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ 5:30 കൃത്യം അലാറം വെച്ച് എണീക്കുന്നത് എനിക്കൊരു തലവേദന എടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ തന്നെ പുള്ളി പറഞ്ഞു, നിങ്ങൾക്കിത് പാലിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇരിക്കുക, അല്ലാത്തവർക്ക് എഴുന്നേറ്റ് പോകാം എന്ന രീതിയിലേക്ക് ഒരു ഓപ്ഷൻ വെച്ചു. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും വിചാരിച്ചു, ഞങ്ങൾ രണ്ടും വിചാരിച്ചത് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്, എണീറ്റ് പോകാം, ഇത് പറ്റത്തില്ല, ഇനി നമ്മളിത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായിട്ട് തിരിച്ച് ലഭിക്കും എന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ ഈ മൂന്നാമത്, അതായത് ആദ്യം ഉടമ്പടി എടുത്തവൻ പറഞ്ഞു, എടാ ഞാനും ഇങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ നീ ഇത് എടുത്തു കഴിയുമ്പോൾ നിനക്ക് അത് കുഴപ്പമില്ല, നീ അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെയ്തു, ഉടമ്പടി എടുത്ത് ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാനൊരു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കൊച്ചിയിലേക്കൊരു എക്സാമിന് വേണ്ടി. അത് പരീക്ഷ എഴുതുന്നവർക്ക് മനസ്സിലാകും, കേരളത്തിലൊരു എക്സാമിന് സ്ലോട്ട് ലഭിക്കുക എത്രത്തോളം പാടുള്ളതെന്ന് മനസ്സിലാകും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയിലുള്ള ഇതൊക്കെ കാരണം നമുക്ക് കേരളത്തിലങ്ങനെ ലഭിക്കത്തില്ല മിക്കവർക്കും തന്നെ. അപ്പോൾ എനിക്ക് അമ്മ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് ലഭിക്കുകയും ചെയ്തു. കൊച്ചിയിൽ എക്സാം എഴുതി ഞാൻ സെപ്റ്റംബറിൽ തന്നെ. ആ സെപ്റ്റംബറിലും ഞാൻ ഒക്ടോബറിലും എഴുതി എക്സാം, രണ്ടായിട്ട് തന്നെ എഴുതി. അപ്പോൾ ഈ ഒക്ടോബർ മാസം ഇവിടെ ജപമാല റാലി ഉണ്ടായിരുന്നു. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ജപമാല റാലി പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, നടക്കണം, പറ്റില്ല, എനിക്ക് കാല് വയ്യാതെ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ആൻറ്റിയും പറഞ്ഞു, എടാ നീ ഇങ്ങനെ വിചാരിക്കരുത്, നീ ഇതിന് പോകണം, നിൻ്റെ വീടിൻ്റെ അടുത്തല്ലേ, കുറച്ചും കൂടെ നടന്നാൽ പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുന്ന് അർത്തുങ്കല വരെ നടക്കണമെന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ല, അത്രയും ലെങ്തായിട്ട് നടക്കണമല്ലോ എന്നിരുന്ന് ഞാനിരുന്ന് അങ്ങനെ ഓരോ ചിന്തിച്ചപ്പം എൻ്റെ വേറൊരുത്തും കൂട്ടുകാരൻ പിന്നെയും അതുപോലെ തന്നെ വന്നു, നമുക്ക് പോകാമെന്ന് അവൻ ഇങ്ങോട്ട് ഓപ്ഷൻ വെച്ചു. അപ്പം ഞാനും വിചാരിച്ചു, എന്നാൽ രണ്ടുപേരുണ്ടല്ലോ, ജസ്റ്റ് നടന്നിട്ട് വരാമെന്ന് കരുതി ഞാൻ പോയി. പക്ഷേ ഞാൻ ആ ജപമാല റാലിയിൽ ഞാൻ സംസാരിച്ചില്ല ശരിക്കും. ഞാൻ അതിൽ കൊന്ത തന്നെ ചൊല്ലി മാതാവിനെ സ്തുതിച്ചുകൊണ്ട് തന്നെ പോയി. ജപമാല റാലി കഴിഞ്ഞപ്പോൾ എനിക്ക് വിചാരിച്ചത്രയും വേദനയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ റാലി കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ വിചാരിച്ചതിലപ്പുറമായിട്ട് എനിക്ക് പാസ്സാകാൻ സാധിച്ചു. 2 പരീക്ഷ ഞാൻ അങ്ങനെ പാസ്സായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ 2 പരീക്ഷ പാസ്സാക്കിയ മാതാവ് സ്വാഭാവികമായിട്ടും അടുത്ത 2 പരീക്ഷ ഒക്ടോബറിൽ തന്നെ എഴുതിയ പരീക്ഷ പാസ്സാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തെറ്റിപ്പോയി. ആ 2 പരീക്ഷയും എനിക്ക് ആ കൊൽക്കട്ടയിൽ എഴുതിയ അതേ സ്കോറിൽ തന്നെ ഞാൻ തോറ്റുപോവുകയും ചെയ്തു. 1-2 പിന്നെ 1-2 തന്നെ അങ്ങനെ ആകുകയും ചെയ്തു. പിന്നെ ഞാൻ എന്താ ഞാൻ പറയുക, പിന്നെ ഞാൻ ഒരുമാതിരി ഒരു ലൈഫിലേക്ക് തന്നെ പോയി. കൃത്യം മാതാവ് എന്താ ഇങ്ങനെ ചെയ്തേ എന്നൊരു തോട്ടിലേക്ക് തന്നെ പിന്നെയും പോയി. അപ്പോഴും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉഴപ്പി, നീ 5:30 എണീറ്റില്ല, കാരുണ്യപ്രവർത്തികൾ ചെയ്തില്ല, പള്ളിയിൽ പോയില്ല, അങ്ങനെ തന്നെ ഇത് റിപ്പീറ്റായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ശല്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അമ്മയുടെ ശല്യം സഹിക്കാതെ തന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. ഈ ഡിസംബർ ജാനുവരിയിലൊന്നും സ്ലോട്ട് അങ്ങനെ കിട്ടില്ല, ഈ ഹോളിഡേ ഒക്കെ ആയത് കാരണം അങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ ഫെബ്രുവരിയിലെങ്കിലും എനിക്ക് കൊച്ചിയിലേക്ക് തന്നെ പിന്നെയും കിട്ടി. ഞാൻ അവിടെ പോയി പരീക്ഷ എഴുതുകയും 2 എണ്ണം എഴുതി. ആ കൃത്യം 2 എണ്ണം 1 മാസം കഴിയുമ്പോൾ തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു. പാസ്സായി കഴിയുമ്പോൾ അടുത്ത വലിയ കടമ്പയെന്ന് പറയുന്നത് നമുക്കൊരു ഏജൻറ്റിനെ സമീപിക്കുകയും ഒരു ഷൂളിലേക്ക് നമുക്ക് ഒരു കോൺട്രാക്റ്റ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ജർമ്മൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷ പാസ്സാകുന്നതിനെക്കാട്ടി ഏറ്റവും പാടാണ് ഒരു ഇൻ്റർവ്യൂ പാസ്സായി നമ്മളെ സീറ്റ് ലഭിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് അത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഞാൻ പഠിച്ച അവിടെ തന്നെ പോയ 2 കുട്ടികൾ പോയ അതേ ഒരു ഏജൻറ്റ് ഞാൻ സമീപിക്കുകയും പേപ്പർ വർക്ക് നടത്തുകയും ചെയ്തു. പുള്ളി പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, ആഫ്റ്റർ കോൺട്രാക്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം പൈസ കൊടുക്കാവുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ പോയി. പക്ഷേ
ഒരിതായിട്ട് വന്നത്, ഞാൻ സെപ്റ്റംബർ മാസത്തേക്ക് ഇൻടേക്കിലേക്കാണ് ഞാൻ കൊടുത്തത്. എനിക്ക് ജൂലൈ അവസാനത്തോടെ എനിക്ക് കോൺട്രാക്റ്റ് ലഭിക്കുകയും, പക്ഷേ വിസയുടെ കാലതാമസം കാരണം എനിക്ക് വിസയ്ക്കുള്ള സ്ലോട്ട് ലഭിച്ചില്ല. കാരണം ഓഗസ്റ്റിലേക്കുള്ള ഫുൾ സ്ലോട്ടൊക്കെ ഫില്ലായി പോയത് കാരണം എനിക്ക് വിസ ലഭിച്ചില്ല, വിസയ്ക്കുള്ള സ്ലോട്ടും ലഭിച്ചില്ല. പിന്നെയുള്ള ഓപ്ഷൻ വന്നത് എനിക്ക് സെപ്റ്റംബർ പകുതിയോടെ വിസയ്ക്കുള്ള സ്ലോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പുള്ളിയോട് ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞത്, നീ വേണമെങ്കിൽ ഷൂളയ്ക്ക് ഒരു മെയിൽ അയച്ചു കൊടുക്കുക, അവർ ഓക്കെ ആണെങ്കിൽ നിനക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഷൂളയ്ക്ക് മെയിൽ അയച്ചു. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചത്. അതായത് ഈ കോൺട്രാക്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം പ്രാർത്ഥിക്കാറൊന്നുമില്ല. പിന്നെ വിസ കിട്ടും, പോകാം എന്നൊരു മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ ഞാൻ പിന്നെയും പോയി. ഞാൻ സ്കൂളിലേക്ക് മെയിൽ അയച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, കൃത്യം 14 ദിവസം, അതായത് യൂഷ്വലി എല്ലാ ജർമ്മൻ സ്കൂളും അങ്ങനെയാണ് തരാറ്, 14 ദിവസത്തേക്ക് നിനക്ക്, അതായത് സെപ്റ്റംബർ 14-ാം തീയതിക്കുള്ളിൽ നിനക്ക് ഇവിടെ വരുന്ന രീതിയിൽ നിനക്ക് വരാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് അടുത്ത വഴി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെയും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ഞാൻ പോവുകയും ചെയ്തു. പിന്നെയും അതുപോലെ തന്നെ മാതാവിനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയും എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ ലഭിക്കുക എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോഴും അമ്മച്ചി എൻ്റെ അടുത്ത് കൃത്യം ഒരു മാതാവിനെ പോലെ എൻ്റെ അമ്മച്ചി എൻ്റെ അടുത്തിരുന്ന് ഇപ്പോഴും പറയും, നീ കൊന്തയില്ലെന്നില്ല, നീ ആരെയോ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നീ എല്ലാം ചെയ്യുന്നത്, നീ നിനക്ക് വേണ്ടി ഒന്നും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്നപ്പം ഈ ആദ്യം പറഞ്ഞ ഏജൻറ്റ് തന്നെ എന്നെ പിന്നെ സമീപിക്കുകയും നിനക്ക് ഡിസംബറിലേക്ക് നിനക്കൊരു കോൺട്രാക്റ്റ് ഞാൻ തരാമെന്ന് പറയുകയും ചെയ്തു. ഏപ്രിൽ ഇൻടേക്കിലേക്കുള്ളത് 2 ഇൻടേക്കാണുള്ളത്, സെപ്റ്റംബർ ആൻഡ് ഏപ്രിലേക്കുള്ള ഇൻടേക്കിലേക്ക് കോൺട്രാക്റ്റ് നിനക്ക് ജാനുവരി 29 നീ വിസയുടെ സ്ലോട്ട് എടുത്തോ, ആ സമയത്തിനുള്ളിൽ ഞാൻ നിനക്ക് കോൺട്രാക്റ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ വാക്കും കേട്ട് കൃത്യം അത്യാവശ്യം നല്ല പൈസയ്ക്ക് തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ 29 പുള്ളി എനിക്ക് അയച്ചു തന്നില്ല. പിന്നെയും ഞാൻ വിഷമമായി, കാരണം എൻ്റെ മുന്നിൽ കൂടെ 2 ഇൻടേക്കാണ് കടന്നു പോവുക. അത് ഒരാളെ വിശ്വസിച്ചുകൊണ്ട് മാത്രം എൻ്റെ 2 ഇൻടേക്ക് കടന്നു പോവുക എന്ന് പറയുന്നത് തന്നെ ഇത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അറിയാം എത്ര വിഷമത്തോളം ഇരിക്കുന്നതെന്ന്. ഈ കുറേ പേര് പറയും ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി 1 വർഷത്തിനകം കയറിപ്പോയില്ലെങ്കിൽ നമുക്ക് വിസ റിജക്ഷൻ കിട്ടുമെന്ന് പറയും. അതിൻ്റെ ടെൻഷൻ ഒരു ഭാഗത്ത്, ഈ 2 ഇൻടേക്ക് കൺമുന്നിൽ കൂടെ കടന്നു പോകുന്ന ടെൻഷൻ വേറൊരു ഭാഗത്ത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ മിസ്സ് നിരന്തരം എന്നെ സമീപിക്കുകയും പുള്ളിക്കാരി അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ നൽകുകയും ചെയ്തു. പുള്ളിക്കാരി വഴി എനിക്കൊരു ചങ്ങനാശ്ശേരിയിലുള്ളൊരു ഏജൻസിയുടെ നമ്പർ തരികയും ചെയ്തു. പക്ഷേ അതിനിടയ്ക്ക് പുള്ളി എനിക്കൊരു ഉറപ്പ് തരുന്നില്ല. ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളി എന്നോട് പറയുന്നത്, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, കാരണം എൻ്റെ കയ്യിലെ സ്ലോട്ടെല്ലാം ഫില്ലായി പോയി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, നീ വേറെ ഇത് നോക്കിക്കോ എന്നൊരു ഓപ്ഷൻ എനിക്ക് തന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് മെയ് മാസം ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കോഴിക്കോടുള്ളൊരു ഏജൻസി എന്നെ സമീപിക്കുകയും ആ സമയത്ത് നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു ഫേക്കാണോ അതോ ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള മെൻറ്റാലിറ്റിയിൽ നമ്മൾ പോകത്തില്ല. കാരണം എത്രയും അടുത്തുള്ള ഇന്ത്യയിലേക്ക് നമ്മൾ പോവുക എന്നൊരിത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷേ ആ ഏജൻസി കൃത്യമായിട്ട് വാക്ക് പാലിച്ചില്ല. ഞാൻ എംപ്ലോയറിന് ഇൻ്റർവ്യൂ പാസ്സായി, പക്ഷേ ഷൂളയുടെ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലാകുകയും ചെയ്തു. പിന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടില്ല. ഏകദേശം 65,000 രൂപയോളം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. റീഫണ്ട് ചോദിച്ചാൽ അവർ തരത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെയും ഞാൻ ഡൗണായി പോയി, പ്രാർത്ഥിക്കത്തില്ല, അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയി. അപ്പം ഞാൻ തന്നെ ഇത്തവണ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അമ്മ എൻ്റെ അടുത്ത് പള്ളിയിൽ പോകാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ തന്നെ സ്വയമായിട്ട് തീരുമാനിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞു. ഉടമ്പടി പുതുക്കാൻ ഞാൻ പോയി കഴിഞ്ഞ് വൈകിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇത്തവണ പോകും, ഈ ആദ്യം പറഞ്ഞ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ ഏജൻറ്റ് തന്നെ നിന്നെ കൊണ്ടുപോകാൻ സഹായിക്കും, നീ പേടിക്കേണ്ട, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ കുമ്പസാരിക്കണം. ഞാനൊരു ദർശനത്തിലൂടെ കണ്ടു, നീ കുമ്പസാരക്കൂടിൻ്റെ അവിടെ ഈശോയും നിൻ്റെ തൊട്ടിപ്പുറത്തെ മാതാവും നിൽക്കുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ നീ എന്തായാലും തീർച്ചയായിട്ടും പോയി കുമ്പസാരിക്കണം. നീ ഇത്ര നാൾ കുമ്പസാരിക്കുന്നുണ്ടെങ്കിൽ 5 മിനിറ്റത്തെ കുമ്പസാരമല്ല, നീ ചെയ്തു പോയ തെറ്റുകളെല്ലാം പറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ വാക്കും കേട്ടു. പിറ്റേ ദിവസം തന്നെ കുമ്പസാരിച്ചു. ആ കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എന്നോട് പറഞ്ഞു, നാളെ നമുക്ക് പോയി അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു, ഓക്കെ, അമ്മച്ചിയുടെ ബ്ലെസ്സിങ് ഞാൻ തന്നെ മേടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബ്ലെസ്സിങ് മേടിക്കാൻ ഡ്രസ്സ് ഏകദേശം ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ചങ്ങനാശ്ശേരിയുള്ള ഏജൻറ്റ് എനിക്ക് കോൺട്രാക്റ്റ് അയച്ചു വന്നിട്ട് പറഞ്ഞു, നീ ഇത് സൈൻ ചെയ്തോ, നിനക്ക് പോകാനുള്ളതൊക്കെ ഏകദേശം ഞാൻ വഴി ശരിയാക്കിയിട്ടുണ്ട്, നീ എംപ്ലോയറിന് അതൊന്നും നോക്കണ്ട, നീ എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചതുകൊണ്ട് നീ സൈൻ ചെയ്ത് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇനി എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ അമ്മ ഒരു ദൈവവചനം വായിച്ചു.
അതിൽ കിട്ടിയത് അമ്മയ്ക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, ഇനിമേൽ പാപം ചെയ്യാതെ നീ പോവുക എന്നൊരു വചനഭാഗമാണ് കിട്ടിയത്. അതനുസരിച്ച് ഞാൻ അത് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കൊടുത്തു. ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു, കാശ് രൂപം ലഭിച്ചു. അത് കഴിഞ്ഞ് കൃത്യം 2-3 ദിവസത്തിനകം തന്നെ എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചു. അതിനുശേഷം 2 ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു, അത് ഞാൻ പാസ്സാവുകയും ചെയ്തു. പിന്നെ കൃത്യം ജൂൺ 3-ാം തീയതിയിലേക്ക് എനിക്ക് ബാംഗ്ലൂർ VFSലേക്ക് സ്ലോട്ട് ലഭിക്കുകയും ഞാൻ വിസയ്ക്ക് പോവുകയും ചെയ്തു. വിസയ്ക്ക് പോകുമ്പോഴും എൻ്റെ കയ്യിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പാസ്സായി 1 വർഷമായി. ജർമ്മൻ ലാംഗ്വേജിന് 1 ഇയർ വാലിഡിറ്റി എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്നവരുണ്ട്, റിജക്ഷൻ കിട്ടിയവരുണ്ട്, എൻ്റെ അറിവിൽ തന്നെ റിജക്ഷൻ കിട്ടാത്തവരുണ്ട്. അപ്പം എനിക്ക് 2 റിസ്ക് ഉണ്ട് എൻ്റെ മുന്നിൽ. അതായത് ഒന്ന് വിസ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്തവണ പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് ഞാൻ പോയത്. കാരണം എനിക്ക് അറിയാമല്ലോ ഏകദേശം ഇത്രയും 2 ഇന്ത്യക്ക് മുന്നിൽ കൂടെ കടന്നുപോയി. പിന്നെ ഒരു ഇന്ത്യക്കുള്ളത് അത് വിസ റിജക്ഷൻ്റെ പേരിൽ 1 ഇയർ വാലിഡിറ്റി ഉള്ള പേരിൽ അത് പിന്നെയും മുടങ്ങുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പിന്നെയും ജർമ്മൻ എക്സാം എഴുതണം. ഈ പിന്നെയും ജർമ്മൻ എക്സാം എഴുതുമ്പം അത് കുറേ കൂടി ടഫായിരിക്കും. എഴുതിയവർക്കറിയാം ഓരോ മാസം കഴിയുന്തോറും അവരിതിൻ്റെ ടെസ്റ്റിൻ്റെ വാല്യൂ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഇരുന്നു ഞാൻ പ്രാർത്ഥിച്ചു. വിസയ്ക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് എല്ലാ ആഴ്ചയും ഞങ്ങൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു 6:30 ഇവിടുത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരിക്കും ഞങ്ങളിവിടെ വരുന്നത്. ഞാൻ അമ്മയും വന്നിരുന്ന് കൊന്തയിലും. അപ്പോഴും അമ്മ എന്നോട് പറയും, നീ പൊക്കോ, വിസയ്ക്ക് തന്നെ പൊക്കോ, നിനക്ക് വിസ അടിച്ച് കൈ കിട്ടും, നീ സന്തോഷത്തോടെ എൻ്റെ മുന്നിൽ വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് 1 ഇയറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ചിലവർ പറയുന്നുണ്ട് അങ്ങനെ വരും, ചിലവർ പറയുന്നു അങ്ങനെ ഇല്ല, എനിക്ക് ഏതാ വിശ്വസിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ പൊക്കോ, അമ്മ മാതാവിനെ വിശ്വസിച്ച് നീ പൊക്കോ, നീ പോകാൻ നേരം നിൻ്റെ കയ്യിൽ ഉപ്പും എണ്ണയും കരുതുക എന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർ VFSൽ പോയി, കുഴപ്പങ്ങളില്ല, കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മേനെ വിളിച്ചു, അമ്മ കുഴപ്പമൊന്നുമില്ല, ഡോക്യുമെൻറ്റിന് വില ആദ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. കൃത്യം 15-ാമത്തെ ദിവസം എനിക്ക് ജർമ്മനിലേക്കുള്ള വിസ അടിച്ച് കൈ കിട്ടുകയും ചെയ്തു. അപ്പോഴും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ 1 ഇയർ ആയിട്ടുള്ളത് എങ്ങനെ എനിക്ക് കിട്ടും എന്നൊരു ടെൻഷൻ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങളിവിടെ എല്ലാ ആഴ്ചയും വന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോഴും അമ്മ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയും, നിനക്ക് ലഭിക്കും, നീ സന്തോഷത്തോടെ നിൻ്റെ അടുത്ത് വന്നിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടു, അമ്മച്ചി പറയുന്നതും കേട്ടു. പരിശുദ്ധ മാതാവിനെക്കുറിച്ചുള്ള എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും ഞാൻ ഈ കാലയളവിൽ എത്രയും ഞാൻ ജീവിച്ചത് എനിക്കല്ല ഞാൻ പിന്നെ ജീവിച്ചത്. കൃത്യം 5:30 എണീക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ എണീറ്റില്ലെങ്കിലും അലാറം വെച്ചില്ലെങ്കിലും കൃത്യം ആ 5:30 എന്നുള്ള സമയമാകുമ്പം അല്ലെങ്കിൽ 5:25 സമയമാകുമ്പോൾ ഞാൻ തന്നെ എണീക്കും, ഓട്ടോമാറ്റിക്കലി തന്നെ എണീക്കും. വൈകിട്ടത്തെ ജപമാല പ്രാർത്ഥനകളിൽ ഞാൻ പങ്കെടുക്കും. ഇതിൽ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ മാസം ഓഗസ്റ്റ് 1-ാം തീയതി ജർമ്മനിലേക്ക് പുറപ്പെടാൻ ദൈവമാതാവ് എനിക്ക് അനുഗ്രഹം നൽകുകയും ചെയ്തു. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ദേവാലയത്തിലേക്ക് അടുക്കാതിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് പറയും, ഞാൻ അവരുടെ കൂട്ടത്തിലെ ഒരുത്തനായിരുന്നു. എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ ഒരു കൂട്ടുകാരനും എൻ്റെ അമ്മച്ചിയൊക്കെ ആയിരുന്നു. അവനാണ് പറഞ്ഞത് കൃപാസനത്തിൽ വരണം, സാക്ഷ്യം പറയണം, നീ ഉടമ്പടി എടുക്കണം എന്നൊക്കെ. അപ്പം ഞാൻ അത് ഈ പറഞ്ഞ കൂട്ടുകാരും എൻ്റെ കൂടെ ജർമ്മൻ പഠിക്കുന്നവർ തന്നെയാണോ, അവരും എക്സാം പാസ്സാകാതെ ഇങ്ങനെ ഇരിക്കുന്നവരാണ്. ഞാൻ അവരോട് ഇത് തന്നെ പറഞ്ഞു, എടാ നീ പോയി ഉടമ്പടി എടുക്കൂ, നിനക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ലഭിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ ദൈവത്തെങ്കിലും കൂടുതൽ അടുക്കുമെങ്കിലും പറയുകയും ചെയ്തു. അവരാദ്യം ഇതൊന്നും കേട്ടില്ല, ആസ് യൂഷ്വൽ ആരും കേൾക്കത്തില്ല, ഞാനാണെങ്കിലും കേൾക്കില്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം എന്ന് തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞ 2-ാമത്തെ ആഴ്ച ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കൃപാസനത്തിലെ പത്രം വീടുകളിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. എനിക്കതൊരു വലിയ ഒരു നാണക്കേട് പോലെ ആയിരുന്നു. ഇതൊക്കെ കൊണ്ട് കൊടുക്കണോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന രീതിയിലേക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. കാരണം അപ്പുറത്തെ വീടുകളിലൊക്കെ പോകുന്നതിലല്ല, ഈ പത്രം കൊടുക്കുന്നതിൽ എന്തിതാന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ദൈവത്തെ പിന്നെയും പരീക്ഷിക്കുകയാണോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ മൂന്നാമതൊന്നും ചിന്തിച്ചില്ല, കൊടുത്തു. പിന്നെ ദേവാലയത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവരെ അവർ പറയുകയും ഞാൻ അതെങ്കിലും അറിയുകയാണെങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ദേവാലയത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ രോഗി സന്ദർശനം നടത്തുകയും ഞാൻ കുറച്ച് നാൾ വീട്ടിൽ തന്നെ ആയിരുന്നത് കാരണം ആകെപ്പാടെ മൂഡൗട്ടായത് കാരണം അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ രോഗികളെയൊക്കെ സന്ദർശിക്കണം, അതൊക്കെ കാരുണ്യ പ്രവർത്തികളുടെ ഒരു തുടർച്ചയാണെന്ന് പറയുകയും ചെയ്തതിനാൽ ഞാൻ എൻ്റെ അറിവുള്ളൊരു ആൻറ്റി പുള്ളിക്കാരി പാലിയേറ്റീവ് കെയറിലാണ്. അപ്പം ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ പുള്ളിക്കാരിട്ട് തന്നെ പോയി പാലിയേറ്റീവ് കെയറിലൊക്കെ പോവുകയും അവരോട് സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ, അതായത് ഡ്രസ്സിങ്, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഇതിനെല്ലാം നന്ദി പറയേണ്ടത് പരിശുദ്ധ കന്യകാമാതാവിനോടും തിരുക്കുമാരോടും മാത്രമാണ്. കാരണം ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നു, പക്ഷേ ഇപ്പം എങ്ങനെ ജീവിക്കുന്നത് രണ്ടും രണ്ടാണ്. അപ്പം ഇതിന് ഞാൻ പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ
91 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആൻ്റണി തോമസ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ആൻ്റണി തോമസിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഉടമ്പടിയോട് എപ്രകാരം ചേർന്ന് നിൽക്കണമെന്നും അതുപോലെ തന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കതിൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് ഉടമ്പടിയിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. കാരണം അത് പ്രാർത്ഥിക്കണോ വേണ്ടയോ, അതോടൊപ്പം തന്നെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഓരോ മാതാവിനോട് തന്നെയുള്ള ഒരു ചിന്താഗതിയുടെ കൂടെയാണ് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയിലേക്ക് തന്നെ കൂടുതലായിട്ട് അടുപ്പിക്കുകയായിരുന്നു. കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുവാനും തൻ്റെ തന്നെ മെറിറ്റിൽ ആശ്രയിക്കാതെ കണ്ട് പരിശുദ്ധം നൽകുന്ന കൃപയിലേക്ക് ആശ്രയിക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക് ഈ മകൻ കടന്നു വരികയൊക്കെ ചെയ്തു. തുടർന്നാണെങ്കിലും ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ചെയ്യുമ്പോഴും പക്ഷേ തൻ്റെ തന്നെ ജീവിതത്തിൽ താൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ അത് കുറവ് സംഭവിക്കുമ്പോഴും അത് പൂർണ്ണമായിട്ടും തടസ്സങ്ങളിലൂടെ ആണെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും പരിശുദ്ധ അമ്മ അത് നേടിക്കൊടുക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് ഈ മകനെ പൂർണ്ണമായിട്ടും എത്തിക്കുക എന്ന് തന്നെയായിരുന്നു. കാരണം പരീക്ഷയിൽ 1-2 മാർക്കിന് ഫെയിലാകുമ്പോഴത്തേക്കുമാണെങ്കിലും വിസ സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും അത് ഏജൻറ്റ് കണ്ടുമുട്ടുമ്പോഴാണെങ്കിലും പല വിധത്തിലുള്ള തടസ്സങ്ങൾ കടന്നു വരുമ്പോഴും അത് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് കൂടുതൽ ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ടായിരുന്നു ഈ മകനെ കൂടുതലായിട്ട് ഒരുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫലമാണ് പൂർണ്ണമായിട്ട് പ്രതിസന്ധികളുണ്ടാകുമ്പോഴും അതിനെ കൂടുതലായിട്ട് തരണം ചെയ്യുവാനായിട്ടും തൻ്റെ തന്നെ ജീവിതത്തെ കുമ്പസാരിച്ചൊരുങ്ങിയിട്ടാണെങ്കിലും പൂർണ്ണമായിട്ടൊരു ഒരുക്കത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഈ മകനെ പ്രാർത്ഥനാക്കുകയും ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഉടമ്പടിയിലൂടെ ഈ മകനെ പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനും കൂടുതലായിട്ട് ആവശ്യമുണ്ട് എന്നുള്ള മനസ്സിലാക്കി തരികയാണ് ഈ ഒരു സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ മകൻ്റെ സാക്ഷ്യം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ഒരു ദൈവിക ആശ്രയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ മകനെ പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ അനുഗ്രഹിക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് പോകാനുള്ള കടമ്പകൾ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും അത് തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ഒരു ആത്മീയ ബലം ഈ മകനെ നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. ഇനി മുമ്പോട്ടുള്ള ഈ മകൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷണ സാക്ഷികളായിട്ട് ഇനിയും മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷണ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തട്ടെ എന്നും നമുക്കും പ്രാർത്ഥിക്കാം.